നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഏപ്രിൽ 26 തുടങ്ങി ജൂൺ 1 അവസാനിക്കുന്ന വലിയ രീതിയിലുള്ള 543 ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ്. അത് 7 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അതിൽ 5 ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് പകുതിയിൽ കൂടുതൽ തീർന്നിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് കേവലം 115 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ്. 25-ാം തീയതി 58 സീറ്റിലേക്കും ജൂൺ 1 57 സീറ്റിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി ഈ കഴിഞ്ഞ 1-1.5 മാസക്കാലമായി നടന്നു വരുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് തിരശ്ശീല വീഴുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ എങ്ങനെയായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ പോയി എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് വിശകലനം ചെയ്യുകയാണ് നമ്മൾ. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ BJP ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തിൻ്റെ പുറകിലാണ് എല്ലാവരും സഞ്ചരിച്ചത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ മുദ്രാവാക്യം മറ്റൊന്നുമായിരുന്നില്ല. 400+ സീറ്റുകൾ തങ്ങൾ നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. BJP നേതാക്കളടക്കം അത് ഏറ്റുപിടിച്ചു. BJP അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ BJPയുടെ മുമ്പിലുള്ള ലക്ഷ്യം വലുതായിരുന്നു. അതായത് ഒന്ന്, തങ്ങളുടെ പ്രവർത്തകരെ കൂടുതൽ കഠിനാധ്വാനികളായി മാറ്റുക, കൂടുതൽ പ്രവർത്തനത്തിന് സജ്ജരാക്കുക. മറ്റൊന്ന്, ഈ ഇട്ടിരിക്കുന്ന ചൂണ്ടയിൽ പ്രതിപക്ഷം കൊത്തും എന്നുള്ളത് വ്യക്തമായി തന്നെ BJPക്ക് അറിയാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഏവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: BJP 400-ലെത്തുമോ, 400 കടക്കുമോ എന്ന്. അതല്ലാതെ BJP തോക്കുമോ എന്ന് രാജ്യത്തെ ഒരാളും ചോദിച്ചില്ല. നരേന്ദ്രമോദി തോക്കുമോ എന്ന് ആരും ചോദിച്ചില്ല. BJPയുടെ സമുന്നതരായ നേതാക്കൾ ആരെങ്കിലും തോക്കുമോ എന്ന് ഒരു ജനവും ചോദിച്ചില്ല, പ്രതിപക്ഷവും ചോദിച്ചില്ല. 400 കടക്കുമോ എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു ഈ രാജ്യം മുഴുവൻ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ വിശകലന വിദഗ്ധരായാലും രാഷ്ട്രീയ തന്ത്രജ്ഞരായാലും ചാണക്യരായാലും പ്രതിപക്ഷ നേതാക്കൾ പോലും പറയുന്നത് BJP 400 കടക്കില്ല. ഇല്ലേ BJP 400 കടക്കുമോ, 350 കടക്കും, 370 കടക്കും. ഈ ചോദ്യത്തിലായിരുന്നു കഴിഞ്ഞ 1.5 മാസക്കാലം. ഇല്ലായെങ്കിൽ മറ്റു പല വിഷയങ്ങളും കൊണ്ടുവരാമായിരുന്നു. ഇല്ലെങ്കിൽ ആ മറ്റു വിഷയങ്ങളിൽ പിടിച്ച പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാമായിരുന്നെങ്കിൽ BJPയുടെ ഒരൊറ്റ നമ്പറിൽ ആകെ രാഷ്ട്രീയം അതിൻ്റെ പിന്നാലെ പോയി. എങ്കിലും ആ രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം കോട്ടയും മുസ്ലിം സംവരണവുമൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അത് കത്തിക്കാളി നിൽക്കുമ്പോഴാണ് കേജ്രിവാളിന് ജാമ്യം കിട്ടുന്നത്. പക്ഷേ കേജ്രിവാൾ ഇറങ്ങിയത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് പ്രതിപക്ഷ സഖ്യത്തിന് തന്നെയാണ്. അകത്ത് കിടക്കുന്ന കേജ്രിവാളിനെ കൊണ്ട് ശല്യമൊന്നുമില്ലായിരുന്നു, അകത്ത് തന്നെ കിടന്നോളുമായിരുന്നു. പക്ഷേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കേജ്രിവാൾ ഒപ്പിച്ച പുലിവാലിന് കയ്യും കണക്കുമില്ല. കേജ്രിവാളിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിക്ക് കുറേ സീറ്റ് കിട്ടുക എന്നത് കവിഞ്ഞ് ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് കേജ്രിവാളിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. മാധ്യമങ്ങൾക്ക് കുറച്ച് ദിവസത്തെ വാർത്ത ഉണ്ടാകും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും കേജ്രിവാളിനെ കൊണ്ട് ഉണ്ടായില്ല. നമുക്കറിയാം, ഇന്നിപ്പോൾ കേജ്രിവാൾ ഒരു മാധ്യമത്തിൻ്റെ തലക്കെട്ടല്ല, എന്തിനേറെ പറയുന്നു, അകത്തെ ഒരു ചെറിയ കോളം വാർത്ത പോലുമല്ല. കേജ്രിവാൾ വന്നു, അനവധി വിഷയങ്ങൾ പിന്നെയും ഉയർന്നു വന്നു. അവരുടെ വനിതാ MPയെ മർദ്ദിച്ച കേസ് വന്നു. അങ്ങനെ കേസോട് കേസുകൾ വരുന്നു. അങ്ങനെ കേജ്രിവാൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം. മമതാ ബാനർജി ഇത്തവണ വലിയ ശക്തമായി രംഗത്ത് ഇറങ്ങിയില്ല എന്നുള്ളതും ശ്രദ്ധേയപരമായ കാര്യമാണ്. അവർ പശ്ചിമ ബംഗാളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചു നിന്നു. DMKയും സ്റ്റാലിനുമൊക്കെ തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്തു. അതായത് ഒരു ചത്ത പ്രതിപക്ഷം പോലെയാണ് പലപ്പോഴും തോന്നിയത്. പ്രതിപക്ഷത്തിന് ഒരു മുഖമില്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു മുഖമില്ല, ഒപ്പം തന്നെ ഒരു അജണ്ടയില്ല, മറ്റുള്ള അനവധി പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. എങ്കിൽ പോലും പ്രതിപക്ഷത്തിന് ചില ഭയപ്പാടുകൾ BJPക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രതിപക്ഷം കരുതുന്നത് അവർ ഒരിക്കലും ഭരണത്തിൽ വരില്ല എന്നവർക്ക് 100% അറിയാം. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാളും അംഗബലം ഉയർത്തി ഒരു 200 സീറ്റെങ്കിലും ലോക്സഭയിൽ ഒപ്പിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണവർ. അതിനവർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. 131 സീറ്റിൽ കുറഞ്ഞതൊരു 80 സീറ്റിനടുത്തെങ്കിലും കിട്ടിയാൽ അവരുടെ ആഗ്രഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ക്ലിയർ ആകും. പിന്നീട് അവർക്ക് നേടേണ്ടത് ബീഹാറിലും ബംഗാളിലും മഹാരാഷ്ട്രയിലുമൊക്കെയാണ് അവരുടെ ഏറെ പ്രതീക്ഷ. UPയിൽ അവർക്ക് വലിയ പ്രതീക്ഷയില്ല. ഈ 200ലേക്ക് എത്തണമെങ്കിൽ UPയിൽ അവർ കുറഞ്ഞത് 25 സീറ്റിലെങ്കിലും ജയിക്കണം. അതായത് കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസും സഖ്യകക്ഷികളും. ബംഗാളിൽ മമതാ ബാനർജി വലിയ മാർജിനിൽ ജയിക്കണം. ബീഹാറിൽ ലല്ലു പ്രസാദിൻ്റെ പാർട്ടി ഒരു വലിയ മാർജിനിൽ ജയിക്കണം. ഇതൊന്നും നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യമായ കാര്യമല്ല. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ബീഹാറിൽ NDAക്ക് കിട്ടിയ സീറ്റിൽ 1-2 കുറഞ്ഞേക്കാമെങ്കിലും വലിയ മാർജിനൊന്നും അവിടെ സംഭവിക്കില്ല. എന്നാൽ ബംഗാളിലും സ്ഥിതി അതൊക്കെ തന്നെയാണ്. 18 എന്നുള്ള BJPയുടെ കഴിഞ്ഞ തവണത്തെ സംഖ്യ ഉയരുക തന്നെ ചെയ്യും, സംശയമില്ല. UPയിൽ പ്രതിപക്ഷത്തിന് പ്രതീക്ഷയില്ല. മഹാരാഷ്ട്രയിലെ സ്ഥിതി വോട്ടെണ്ണി കഴിഞ്ഞ് മാത്രമാണ് അറിയാൻ കഴിയുക. ഏതായാലും കഴിഞ്ഞ തവണ കിട്ടിയ 156 സീറ്റ്, അതായത് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉള്ള 156 സീറ്റുകൾ, അത് ഇത്തവണയും ഏറെക്കുറെ അതിനടുത്ത് വരും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ മാത്രമാണ്. കാരണം ദക്ഷിണേന്ത്യ കൂടി കൈവിട്ടാൽ എല്ലാം
തീർന്നു. കാരണം ആന്ധ്രയൊന്നും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമേ അല്ല. കാരണം അവിടെ NDA ജയിച്ചാലും അല്ലെങ്കിൽ NDA സഖ്യകക്ഷികൾ ജയിച്ചാലും ISR ജയിച്ചാലും ഒക്കെ അത് മോഡിയുടെ പോക്കറ്റിലേക്ക് പോകുന്ന സീറ്റുകൾ തന്നെയാണ്. ഒഡീഷയിലുമൊക്കെ സ്ഥിതി അതൊക്കെ തന്നെയാണ്. ബാക്കി ആകെ കളിക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും കിടന്നാണ് കളി. കർണാടകത്തിൽ പാർട്ടി അതായത് കോൺഗ്രസ് തന്നെ പ്രതീക്ഷിക്കുന്ന 6 സീറ്റുകളാണ്. 4 സീറ്റ് കിട്ടിയാൽ അതൊരു നേട്ടമായിട്ട് തന്നെ കരുതാം. ഇതാണ് ഇപ്പോഴത്തെ അവസാനത്തെ നിലയും നിലപാടുകളുമൊക്കെ. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോഴേക്കും വീണ്ടും നമ്മുടെ രാം മന്ദിരമൊക്കെ സജീവമായിട്ട് വന്നു. ഒപ്പം തന്നെ അല്പസ്വല്പം വർഗീയതയൊക്കെ കയറി വന്നു എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഏതായാലും ഈ അവസാന റൗണ്ടുകൾ, അതായത് ഇനിയുള്ള 115 സീറ്റുകൾ BJP സംബന്ധിച്ച് നിർണായകമാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് 5 ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് നില കടന്നു. അതായത് ഒരു 300, കഴിഞ്ഞ തവണ BJPക്ക് 303 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 310 എത്തി എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ പോയാൽ അടുത്ത 7 ഘട്ടം കഴിയുമ്പോൾ NDAക്ക്, BJPക്ക് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, NDAക്ക് 400 സീറ്റ് ലഭിക്കും. കാരണം കഴിഞ്ഞ തവണ, അതായത് ഇപ്പോൾ നിലവിലുള്ള BJP എന്ന് പറഞ്ഞാൽ തന്നെ 394 സീറ്റ് അവർക്ക് നിലവിലുണ്ട്. അതായത് ഞാൻ ഈ YSR കോൺഗ്രസിനെയും ബിജു ജനതാദളിനെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അവർക്ക് 2 കൂട്ടർക്കും കൂടെ ഇപ്പോൾ നിലവിൽ 35 സീറ്റുണ്ട്. വടക്കിഴക്ക് സംസ്ഥാനത്ത് നിന്ന് ഒരു സീറ്റ് കൂടി വന്ന് അങ്ങനെ 36 സീറ്റ് കൂടെ അധികമായി കിട്ടി. 358 NDAയുടെ അംഗബലം. അതോട് കൂട്ടുമ്പോൾ 394 സീറ്റ് അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ ഏതായാലും 400 എത്തും എന്നവരുടെ ഒരു കണക്കൂട്ടിലാണ്. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ശക്തമായൊരു പ്രതിപക്ഷമായി നിൽക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 200 സീറ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകുവാനും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നേറാനും സാധിക്കൂ. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ ശക്തി ഉള്ള ഘടകകക്ഷികൾ എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ DMKയുമാണ്. ഈ 2 കക്ഷികളും അവരുടെ സ്ഥലത്തെ പെർഫോമൻസ് ശക്തമാക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അവർക്കൊരു ഐക്യമുണ്ടെന്ന് തോന്നൽ ഉളവാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഏതായാലും ഇതുവരെ വെച്ച് വിലയിരുത്തുമ്പോൾ NDAക്ക് തന്നെയാണ് വളരെ അധികം മുൻതൂക്കം നൽകാൻ കഴിയുന്നത്. അവർ 400-ലെത്തുമോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, NDAക്ക് തനിച്ച് 400 കിട്ടിയില്ലെങ്കിലും മോദി അധികാരത്തിലേറുന്നത് 400 എന്ന സീറ്റുമായിട്ടായിരിക്കും, 400 MPമാരുടെ പിന്തുണയുമായിട്ടായിരിക്കും. ഒരുപക്ഷെ നിലവിൽ NDAയിലുള്ളവർ ആകണമെന്നില്ല, NDAക്ക് പുറത്തുള്ളവരുമാകാം. ഏതായാലും 400 അവർ ഇട്ടുകൊടുത്ത ചൂണ്ട കൃത്യമായി തന്നെ ഏറ്റു. ഈ തിരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടതും ഇപ്പോഴും ചർച്ച ചെയ്യുന്നതും ജൂൺ 3 വൈകുന്നേരം വരെ ചർച്ച ചെയ്തതും 400 കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലാതെ BJP തോക്കുമോ, കേന്ദ്രഭരണം താഴെ പോകുമോ, NDA താഴെ പോകുമോ എന്നുള്ളതല്ല. അത് BJP കൃത്യമായി ആസൂത്രണം ചെയ്തു, കൃത്യമായി നടപ്പാക്കി. പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്നവരും കൃത്യമായി തന്നെ കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ന്യൂസ് നമ്മളുടെ പോയിന്റ്. നന്ദി, നമസ്കാരം.